65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 04884232 തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പണികൾ അതിവേഗം പുരോഗമിക്കുന്നു. ഇതോടെ ഇരുദിശകളിലേക്കുമുള്ള ട്രെയിനുകൾക്ക് ഒരേ സമയം വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. പാലത്തിന്റെ 11ാമത്തെ തൂണിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം കാലവർഷം ആരംഭിക്കുന്നതോടെ ഭാരതപ്പുഴയിൽ വെള്ളം ഉയരുമെന്നതിനാൽ അതിനു മുൻപായി ഭൂമിയിൽ നിന്നുള്ള തൂണുകൾ പണിതുയർത്തുവാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികൾ. വലിയ തൂണുകളുടെ നിർമ്മാണത്തിനായി ബീഹാറിൽ നിന്നാണ് കോടികൾ വിലമതിക്കുന്ന അത്യാധുനിക യന്ത്രസാമഗ്രികൾ ചെറുതുരുത്തിയിൽ എത്തിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് ജോലികൾ നിരന്തരം വിലയിരുത്തുന്നുണ്ട്. പൈങ്കുളം റോഡിലെ റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴ ഭാഗത്തുകൂടിയാണ് പുതിയ പാലം കടന്നു പോകുന്നത്. ഈ പാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ബ്രിട്ടീഷുകാർ പണിത പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങൾ ഭാരതപ്പുഴയിൽ തൊട്ടുതൊട്ടായി നിലകൊള്ളും. പുതിയ പാലത്തിന് മുകളിലൂടെ ഉദ്യോഗസ്ഥർക്ക് നടന്നു പോകുന്നതിനായി ഇരുവശങ്ങളിലും പ്രത്യേക നടപ്പാതകളും ഒരുക്കുന്നുണ്ട്. പാലം വരുന്നതോടെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ മുതൽ മാന്നാനൂർ സ്റ്റേഷൻ സമീപം വരെ പുതിയ റെയിൽവേ പാളം നിർമ്മിക്കും. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലെ യാർഡുകളിലെ ഒറ്റവരിപ്പാത ഇരട്ട വരിയാക്കി മാറ്റുകയും ചെയ്യും. ഇത് പൂർത്തിയാകുന്നതോടെ തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപവുമെല്ലാം പിടിച്ചിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. കാലാവസ്ഥ അനുകൂലമായാൽ 2026 തന്നെ പാലം യാഥാർത്ഥ്യമാവുമെന്നാണ് നിർമ്മാണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്.